ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ ഹല്ലേലൂയ 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 പരിശുദ്ധാത്മാവേ 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 വരിക വരിക വരിക. ഹല്ലേലൂയ 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 ആത്മാവേ വരിക വരിക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ നിറവില്ലെങ്കിൽ നമ്മൾ എത്ര വചനം കേട്ടാലും നമ്മളിൽ ഉണർവ് ലഭിക്കത്തില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് നമ്മളിൽ ഉണ്ടായില്ലെങ്കിൽ നമ്മൾ എത്ര വചനം കേട്ടാലും നമ്മളിൽ ഒരു ഉണർവില്ല. നമ്മൾ ആദ്യം പാടി പ്രാർത്ഥിച്ചു, ഉണർവിൻ കൊടുങ്കാറ്റേ വിശ്രമേ എന്നിലേക്ക്, എൻ്റെ ജീവിതങ്ങളിലേക്ക്. ആ പരിശുദ്ധാത്മാവ് ഒരു ഉണർവായി മാറുമ്പോഴാണ് വചനം ഒരു ഇടുത്തി പോലെ, ഒരു കൊടുങ്കാറ്റ് പോലെ, ഒരു അഗ്നിനാളങ്ങൾ പോലെ നമ്മളിലേക്ക് ഇറങ്ങി വരുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ അതിൻ്റെ 45:7 വചനം പറയുന്നുണ്ട്, നീ നീതിയെ സ്നേഹിക്കുകയും ദുഷ്ടതയെ വെറുക്കുകയും ചെയ്യുന്നു. ആകയാൽ ദൈവം നിന്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്ന് ഉയർത്തി ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്യും. ഹല്ലേലൂയ. എങ്ങനെയാണ് നിന്നെ ദൈവം അഭിഷേകം ചെയ്യുന്നത്? നീ നീതിയെ സ്നേഹിക്കുകയും ദുഷ്ടതയെ വെറുക്കുകയും ചെയ്താൽ. അടുത്ത കർത്താവിൻ്റെ വാഗ്ദാനമാണ്, ദൈവം നിന്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്ന് ഉയർത്തി ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്യും. പ്രിയപ്പെട്ട എൻ്റെ ദൈവമക്കളെ, ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ ഇനി ഒരു പന്തക്കുസ്ത അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലാൻ. സിഹിയോൻ മാളികയിൽ അന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി തീനാവുകളായിട്ട് ഇറങ്ങിയെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ആ തീനാവുകൾ ഇറങ്ങണം. നമ്മുടെ നാവുകൾ തീപിടിക്കണം. നമ്മുടെ നാവുകൾ തീപിടിച്ചാൽ നമ്മൾ കടന്നു പോകുന്ന ഇടങ്ങളെല്ലാം അഭിഷേകത്തിൻ്റെ ഇടങ്ങളാകും. ഈ അഭിഷേകത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ടാണ് പത്രോസിന്റെ പ്രസംഗം കേട്ട് ജനം ചോദിക്കുന്നുണ്ട്, ചങ്കുപൊട്ടി ഹൃദയം തകർന്ന്, ഇനി ഞങ്ങൾ എന്തു ചെയ്യണം? പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന ക്രിസ്ത്യാനികളായ നമ്മളെല്ലാവരും ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ കടപ്പെട്ടവരാ. ഈ പരിശുദ്ധാത്മാവിന്റെ അഗ്നി അഭിഷേകത്തിന് വേണ്ടിയിട്ടാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ നമ്മൾ ദാഹിക്കേണ്ടത്. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അവരുടെ എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറയപ്പെടും. നമുക്കറിയാം, അന്ന് ജെറുസലേം അവിടെ ദേവാലയത്തിലും വലിയൊരാഘോഷം നടക്കുകയാണ്. പക്ഷെ അവിടെയല്ല പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങിയത്. ഏതാനും കുറച്ചു പേർ മാത്രം ഇങ്ങ് മാറി സിഹിയോൻ മാളികയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരേ മനസ്സോടെ പ്രാർത്ഥിച്ചവരുടെ ഇടയിലേക്കാണ് പരിശുദ്ധാത്മാവ് കടന്നു വന്നത്. ആൾക്കൂട്ടത്തിന്റെയോ ആരവത്തിന്റെ ഇടയിലേക്കല്ല അന്ന് പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങിയത്, ദാഹിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിലേക്കാണ്. ആമേൻ, ഹല്ലേലൂയ. അവിടെ നമ്മൾ കാണുന്നുണ്ട്, അവിടെ 120 പേർക്കും ഒരേ മനസ്സായിരുന്നു. ഇന്നിവിടെ ആയിരിക്കുന്ന ദൈവമക്കളെ, നമ്മൾ ഒരേ മനസ്സോടെ ദാഹിച്ചു പ്രാർത്ഥിച്ചാൽ ഈ ഒരു അഭിഷേകം കൊണ്ടാണ് നമ്മൾ ഭവനത്തിലേക്ക് മടങ്ങുന്നത്. നമ്മൾ കടന്നു പോകുന്ന വഴികളെല്ലാം ഈ അഭിഷേകത്തിന്റെ വഴികളായി മാറുകയാണ്. ഈ അഭിഷേകത്തിന്റെ തൈലം കൊണ്ട് നമ്മൾ അഭിഷേകം ചെയ്യപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മൾ പൂരിതരാവുകയാണ്. നമ്മൾ ഇനിയുള്ള സമയങ്ങളിൽ പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ എൻ്റെ ജീവിതങ്ങളിലേക്ക് നീ ഇറങ്ങി വരിക. അഗ്നിയായി, അഗ്നിനാവുകളായി, തീനാളങ്ങളായി ഇറങ്ങി വരിക. 31 നമ്മൾ കാണുന്നുണ്ട്, ജലത്തിന് മേൽ ചലിച്ച ദൈവത്തിൻ്റെ ആത്മാവ്, ആ പരിശുദ്ധാത്മാവ് എന്നെ ഇന്ന് ചലിപ്പിക്കണം. ഇനിയൊരു മാറ്റം വരണം. അനേകം പന്തക്കുസ്തകൾ നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു പോന്നിട്ടുണ്ട്. നമ്മുടെ വിളിയുടെ ആ വലിയ ദൗത്യം പ്രിയപ്പെട്ട എൻ്റെ ദൈവമക്കളെ നമ്മൾ തിരിച്ചറിയണം. അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായത്തിൽ 2 വചനം ഇങ്ങനെ പറയുന്നുണ്ട്, അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്ത് ഉപവസിച്ച് കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർന്നബാസിനെയും സൗലിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. നമ്മൾ ദൈവത്തിനു വേണ്ടി മാറ്റി നിർത്തപ്പെട്ടവരാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ കാതുകളെ തുറക്കണം.
നമ്മുടെ ഹൃദയത്തിന്റെ അകക്കണ്ണുകളെ തുറക്കണം. സൗളിന്റെ പുറത്തെ കണ്ണുകൾ അടഞ്ഞ് അവന്റെ അകത്തെ കണ്ണുകൾ തുറന്നപ്പോഴാണ് അവൻ ദൈവസ്വരം കേട്ടത്. അവന്റെ കഴിഞ്ഞകാല ജീവിതങ്ങളെ അവൻ ഉപേക്ഷിച്ചത്. നമുക്കും ഈ ഒരു ദാഹത്തോടെ വേണം ഇനിയുള്ള സമയങ്ങളിൽ മുന്നോട്ട് പോകുവാൻ. പരിശുദ്ധാത്മാവേ, നിർത്തി നാവുകളായി എൻ്റെ മേൽ ഇറങ്ങണമേ. പരിശുദ്ധാത്മാവേ, ഒരു അഭിഷേകമായി എൻ്റെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ കണ്ണീരിലേക്ക്, എൻ്റെ രോഗങ്ങളിലേക്ക്, എൻ്റെ തകർച്ചയിലേക്ക്, എൻ്റെ ദുഃഖങ്ങളിലേക്ക്, പരിശുദ്ധാത്മാവേ, എൻ്റെ കുറവുകളിലേക്ക് നീ ഇറങ്ങണമേ. എന്നെ ഒരു പുതു സൃഷ്ടിയായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കണം. എത്ര പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത മേഖലകളിൽ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഇരുളടഞ്ഞ അന്ധകാരം മൂടിയ ദിവസങ്ങളിലേക്ക് പരിശുദ്ധാത്മാവെ നീ ഇറങ്ങി വരണം. ഈശോയെ, മക്കളെ കുറിച്ചുള്ള വേദനകളാൽ നീറുന്ന അവസ്ഥയുമായിട്ടാണ് കർത്താവെ ഞാൻ ഈ ആലയത്തിലേക്ക് കടന്നു വന്നത്. പരിശുദ്ധാത്മാവെ, എൻ്റെ മക്കളിലേക്ക് നീ നിറയണം. അവർക്ക് പുതിയ ബോധ്യങ്ങൾ കൊടുക്കണമേ. എൻ്റെ രോഗമേഖലകളുമായിട്ടാണ് ഞാൻ കടന്നു വന്നത്. പരിശുദ്ധാത്മാവേ, ഇന്ന് അതിന് ഉത്തരം നൽകണം. ശാന്തതയില്ലാത്തൊരു മനസ്സുമായിട്ടാണ് ഞാൻ കടന്നു വന്നത്. പരിശുദ്ധാത്മാവേ, നീ ഇറങ്ങി വരണം. കടബാധ്യതയുടെ ആ വലിയ ഭാരവും ചുമന്നുകൊണ്ടാണ് ഞാൻ കടന്നു വന്നത്. പരിശുദ്ധാത്മാവേ, നീ ഇത് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ കുറവുകളെല്ലാം പരിശുദ്ധാത്മാവേ നീ നിറവുകളാക്കി മാറ്റണമേ. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നിനക്കറിയത്തില്ലെങ്കിൽ നിന്റെ അവാച്യമായ നെടുവീർപ്പുകൾ പോലും പ്രാർത്ഥനയാണ്. നിന്നെ പ്രാർത്ഥിക്കാൻ നിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കും. ആ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമുക്കൊന്നുകൂടി പാടി പ്രാർത്ഥിക്കാം. പന്തക്കുസ്താ നാളിൽ സ്ലീഹന്മാരിൽ ഇറങ്ങിയ പരിശുദ്ധാത്മാവേ എന്നിൽ ഇറങ്ങണമേ. പന്തക്കുസ്താ നാളിൽ എന്നിലിറങ്ങിയ സ്ലീഹന്മാരിൽ ഇറങ്ങിയ പരിശുദ്ധാത്മാവേ, ഇന്നീ മണിക്കൂറുകളിൽ എന്നിലേക്ക് ഇറങ്ങണമേ. നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം, പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാം. ക്രിസ്തുവായി പൊന്മഴ പെയ്ച്ച പരമപിതാവേ എന്നഴവല്ല. ക്രിസ്തുവായി പൊന്മഴ പെയ്ച്ച പരമപിതാവേ എന്നഴവല്ല. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നെഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നെഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പൊന്മഴ പെയ്ച്ച ക്രിസ്തുനാളിൽ പൊന്മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നെഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നെഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. ക്രിസ്തുനാളിൽ പൊന്മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ ക്രിസ്തുനാളിൽ പൊന്മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നെഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കാം. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കാം. ചൈതന്യം നൽകേണം,
നവജീവൻ വേണം നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. ചൈതന്യം നൽകണം നവജീവൻ വേണം നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. ക്രിസ്തനാളിൽ പൊന്മഴ പെയ്ച്ച പരമപിതാവേ എന്മഴ നല്ല ശക്തി ഇറങ്ങണമേ, വചനത്തിന്റെ ശക്തി ഇറങ്ങണമേ. പരിശുദ്ധാത്മാവേ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങണമേ. ഈശോയെ അവിടെ ഈ മക്കളിലേക്ക് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. നിങ്ങളുടെ കുറവുകളിലേക്ക്, ബലഹീനതകളിലേക്ക്, പോരായ്മകളിലേക്ക് പരിശുദ്ധാത്മാവെ നീ ഇറങ്ങണമേ. നമുക്ക് കരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇറങ്ങി വരണമേ. ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ. ഭാഷാപരമുള്ളവർ ഭാഷാപരം ഈ സമൂഹത്തിന് മേൽ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നടക്കുകയാണ്. രോഗമേഖലയുടെ കെട്ടുകള് പരിശുദ്ധാത്മാവ് ഇപ്പൊ അഴിക്കുകയാണ്. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുകയാണ്. വലിയ അഭിഷേകം ഈ സമൂഹത്തിലേക്ക് ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഒഴുകുകയാണ്. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കാനുള്ള അനേക മക്കളുടെ മടുപ്പ് ഈ നിമിഷം പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുകയാണ്. പല തടസ്സങ്ങളും ഈ സമൂഹത്തിൽ നിന്ന് കർത്താവ് എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുക. പല ദൈവമക്കളുടെയും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അഭിഷേകത്തിന് വേണ്ടി, അനുഗ്രഹത്തിനായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ ഈ ശുശ്രൂഷ എല്ലാ തടസ്സങ്ങളും ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ അഗ്നിയയച്ച് നിർവീര്യമാകണമെന്ന് യേശുനാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും ഈ സമൂഹത്തിൽ നിന്ന് വിട്ടുപോട്ടെന്ന് യേശുനാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ 4 അതിരുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 16 കോണുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വചനത്താൽ ഈ സമൂഹത്തിന് ചുറ്റും, ഈ ആലയത്തിന് ചുറ്റും കോട്ട കെട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സക്രിയ 2:5-8-9-10 സങ്കീർത്തനം 34:7 വചനത്തിന്റെ കോട്ട കെട്ടി ഈ സമൂഹത്തെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മയുടെ അസ്വസ്ഥതകളും ഈ കൂട്ടായ്മയിൽ നിന്ന് യേശുനാമത്തിൽ വിട്ടുപോട്ടെന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഇവിടെയും ദാവീദിന്റെ ജീവിതത്തിലെ തകർച്ച നമ്മൾ കാണുകയാണ്. ദാവീദിന്റെ പടയാളികളിൽ ഏറ്റവും ശ്രേഷ്ഠനായിരുന്ന ഉറിയായുടെ ഭാര്യ ബത്ശബ അവിടെ കുളക്കരയിൽ കുളിക്കുന്നവൻ കാണുകയാണ്. കണ്ടോ അവൻ്റെ ആ നടത്തം, അവൻ്റെ അലസത, അവൻ്റെ ഉലാത്തൽ, അവൻ്റെ നോട്ടം പാപത്തിലേക്ക് തെന്നിമാറുകയാണ്. കാരണം അവൻ്റെ അധികാരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും പരിണിത ഫലമാണ്. പിന്നെ നമ്മൾ കാണുന്നത് അവളിൽ അവൻ അനുരാഗം തോന്നുകയാണ്. അതിനുവേണ്ടി അവൻ ഉറിയായെ വധിക്കുകയാണ്, ബത്ശബയെ സ്വന്തമാക്കുകയാണ്. ദാവീദ് ഇതൊക്കെ ചെയ്തതും ആരും കണ്ടില്ലെന്ന ചിന്തയിലാണ്. പക്ഷേ ദൈവം നാഥാൻ പ്രവാചകനെ പറഞ്ഞു വിടുകയാണ്. ഒരു ഉപമയിലൂടെ ഈ നാഥാൻ പ്രവാചകന് ദാവീദിനോട് ഇത് പറയുകയാണ്. ദാവീദ് ഒറ്റക്കാര്യം പറയുന്നുണ്ട്, അത് ചെയ്തവനെ ശിക്ഷിക്കപ്പെടണം. എന്താണ് അവൻ ചെയ്ത പാപം? അതിന് 4 ഇരട്ടിയാണ് അവന് കൊടുക്കേണ്ടത്. നാഥാൻ പറയുക, അത് നീ തന്നെയാ അത് ചെയ്തത്. ദാവീദ് ഞടുങ്ങിപ്പോയി. പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, 10,000 സൂര്യനേക്കാൾ ശോഭയോടെ നോക്കുന്ന കണ്ണുകൾ കർത്താവിനുണ്ട്. ആ കണ്ണ് അവനെ കണ്ടത്. ദാവീദ് മനംനൊന്ത് പ്രാർത്ഥിച്ചതാണ് 51-ാം സങ്കീർത്തനം.
അതിൻ്റെ 10-ാം വചനത്തിലാണ് പറയുന്നത്, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് കർത്താവേ എന്നെ തള്ളിക്കളയരുതേ. ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുക, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. കാരണം ദാവീദിനറിയാം, ദൈവസന്നിധിയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടാൽ അവൻ്റെ അവസ്ഥ, ആ പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യം തന്നിൽ നിന്ന് എടുത്തു മാറ്റിയാൽ ഉണ്ടാകാൻ പോകുന്ന തകർച്ച നല്ല ബോധ്യമുള്ള ദാവീദ് അവിടെ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ചെല്ലേണ്ട ഒരു സങ്കീർത്തനമായി 51-ാം സങ്കീർത്തനം. എല്ലാവരും വൈകിട്ട് ഇത് ചെല്ലിയിട്ട് കിടക്കണം. വലിയ പവർഫുള്ളാണ്. കാരണം ദാവീദ് നമ്മുടെ ജീവിതങ്ങളിലും ചില പാപങ്ങളും പാപ സാഹചര്യങ്ങളും ചിന്തയിലൊക്കെ ഉണ്ടാകാം. അന്നേരം നമുക്ക് ചെല്ലാൻ പറ്റിയ ഏറ്റവും നല്ല പ്രാർത്ഥന ഈ 51-ാം സങ്കീർത്തനം. ദാവീദ് പ്രാർത്ഥിച്ചതാ. കാരണം ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് ദൈവസാന്നിധ്യം വിട്ടുപോകുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം മാറ്റപ്പെടുന്നത് പാപം ചെയ്യുമ്പോഴാണ്. ഈ ലോകസുഖങ്ങളുടെ പുറകെ പരക്കം പായുമ്പോഴാണ്, ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് പുറകെ പലായനം ചെയ്യുമ്പോഴാണ് ഈ ദൈവിക സാന്നിധ്യം നമ്മളിൽ നിന്ന് മാറ്റപ്പെടുന്നത്. നമ്മളിവിടെ കണ്ടു, ജഡത്തിൻ്റെ ദുരാശകൾക്ക് പുറകെ പോയപ്പോഴും പ്രമാണ ലംഘനങ്ങളുടെ പുറകെ പോയപ്പോഴും എല്ലാം അവിടെ വീണു പോവുകയാണ്. ദൈവിക സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവരെ വിട്ടുപോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതങ്ങളിൽ നിന്നും ഈ ദൈവികമായ അനുഭവങ്ങൾ, ദൈവിക സാന്നിധ്യങ്ങളെ വിട്ടുപോകണമെങ്കിൽ നമ്മളും പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴുമ്പോഴാണ്. പ്രത്യേകിച്ച് ജഡത്തിൻ്റെ പ്രമാണ ലംഘനങ്ങളുടെ ദുരാശകളിലേക്ക് നമ്മൾ വഴുതി വീഴുമ്പോൾ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5:16-17 വചനം പറയുന്നുണ്ട്, ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. കണ്ടോ, ദൈവത്തിനെതിരാണ്. ജഡത്തിൻ്റെ ദുരാശകളുടെ പുറകെ പോകുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുകയാണ്. കാരണം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ പദ്ധതികളുള്ളതാണ്. ജഡത്തിൻ്റെ ദുരാശകൾക്ക് പുറകെ, അതിൻ്റെ നൈമിഷികമായ സുഖങ്ങൾക്ക് പുറകെ നമ്മൾ ഓടിപ്പോകുമ്പോൾ നമ്മൾ ദൈവത്തെ മറന്നാണ് നമ്മൾ പോകുന്നത്. കാരണം ഈ ജഡത്തിന് മേൽ, ഈ ശരീരത്തിന് മേൽ നമുക്ക് യാതൊരു അവകാശവും ഇല്ലാത്തവരാ. ഉണ്ടോ? നമ്മുടെ ശരീരത്തിന് മേൽ, നമ്മുടെ ജീവിതങ്ങളിന്മേൽ നമുക്ക് എന്തെങ്കിലും അവകാശമുണ്ടോ? നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടാണോ നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നത്? അതെയോ? നമ്മൾ എവിടെയെങ്കിലും എഴുതി കൊടുത്തോ? ഇന്ന വീട്ടിൽ ഇന്നയാളുടെ മകനോ മകളോ ആയിട്ട് ജനിച്ചോളാം എന്ന് ആരെങ്കിലും എഴുതി കൊടുത്തോ? ആപ്ലിക്കേഷനൊന്നും പൂരിപ്പിച്ചില്ലല്ലോ. ഇല്ല. കർത്താവിൻ്റെ പദ്ധതി അനുസരിച്ച് നമ്മളെ ഇങ്ങോട്ട് വിട്ടതാണ്. അതുകൊണ്ടാണ് 139-ാം സങ്കീർത്തനം അതിൻ്റെ 15-16 പറയുന്നത്, ഭൂമിയുടെ അതോ ഗർഭത്തിൽ വെച്ച് നിനക്ക് ജന്മം നൽകിയപ്പോഴേ നിന്റെ രൂപം എനിക്ക് അജ്ഞാതമായിരുന്നില്ല, നിന്റെ നാളുകൾ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പുസ്തകത്തിൽ അതെല്ലാം എഴുതപ്പെട്ടിരുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, മാതാപിതാക്കളെ, കർത്താവിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് വേണ്ടി നമ്മളെ ഈ ലോകത്തിലേക്ക് വിട്ടതാ. 1 കൊറിന്തോസ് 6:19 പറയുന്നുണ്ട്, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിനെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മൾ ഓരോരുത്തരും ഈശോയുടെ കാൽവരിയിൽ ചിന്തിയ ആ പരിശുദ്ധ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന്മേൽ നമുക്ക് യാതൊരു അവകാശവുമില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഇടങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരങ്ങൾ, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ. അതിനെ പൊതിഞ്ഞു പിടിക്കുന്ന ഒന്ന് മാത്രമായി ശരീരം. അതിനെ ഏറ്റവും പരിശുദ്ധമായിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കണം. നമ്മൾ കിടക്കുന്ന ആ ബെഡ്റൂമിലേക്ക് കുറച്ച് കല്ലും മണലും ചെളിയും കൊണ്ടിട്ടാൽ നമുക്കവിടെ കിടക്കാൻ പറ്റുമോ? അതിന് മുകളിൽ കിടന്ന് കിടക്കുമോ? പന്നി കിടക്കും, ചെളിയിലാണ് കിടക്കുന്നത് അല്ലേ? പന്നി കിടക്കുന്ന ചെളിക്കുണ്ടില്ല, ചെളിക്കകത്ത കിടക്കുന്നത്. നമ്മൾ കിടക്കുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ പാപം ചെയ്യുന്ന അവസ്ഥയിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുമോ? ഇല്ല. അവിടെയാണ് നമ്മുടെ ജീവിതങ്ങളിൽ തകർച്ചകൾ ഉണ്ടാകുന്നത്. 1 കൊറിന്തോസ് 3:16-17 വചനം പറയുകയാണ്,
നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം നിങ്ങൾ തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയങ്ങളാ. ഈ ആലയങ്ങളെ നശിപ്പിക്കുന്നവനെ നമ്മളും ദൈവവും നശിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ നന്ദി. കണ്ടോ, നമ്മൾ ഓരോരുത്തരും ഈ ദൈവത്തിൻ്റെ ആലയങ്ങളാ. ആലയത്തിൻ്റെ മേൽ, ആ ജഡത്തിൻ്റെ മേൽ, ആ ശരീരത്തിൻ്റെ മേൽ നമുക്കൊരവകാശവുമില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കേണ്ട സാന്നിധ്യങ്ങളാണ് നമ്മുടെ ഓരോ ജീവിതങ്ങളും. വിശുദ്ധ ഫൗസ്റ്റീന പറയുന്നുണ്ട്, ഒരു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അടുത്തൊരു വിശുദ്ധ കുർബാന സ്വീകരണം വരെ നിങ്ങൾ സഞ്ചരിക്കുന്ന സക്രാരികളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ സഞ്ചരിക്കുന്ന സക്രാരികളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ ഫൗസ്റ്റീന. അത്ര പരിശുദ്ധമാണ് നമ്മുടെ ശരീരം. ഇന്ന് അതിനെ മലിനപ്പെടുത്തിക്കൊണ്ടുള്ള യാത്രയാണ് നമ്മളിന്ന് കാണുന്നത്, അല്ലേ? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഏത് വിധത്തിലും മുന്നോട്ട് പോകുന്ന അപക്വമായ ജീവിതങ്ങളെയാ നമ്മുടെ മുൻപിൽ കാണുന്നത്. ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ പോലും വിശുദ്ധി പാലിക്കാതെ കടന്നു വരുന്ന ഒരു സമൂഹത്തിൻ്റെ മുൻപിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. നമ്മളൊരു സത്യം മനസ്സിലാക്കണം. നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവാണ് നമ്മളിൽ വസിക്കുന്നെന്നും ആ ആലയത്തെ നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കുമെന്ന ആ തിരുവചന സത്യം മുന്നിൽ നിൽക്കുമ്പോഴാണ് ആ ദൈവാത്മാവ് വസിക്കുന്ന നമ്മുടെ ഈ ജഡത്തെ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു പ്രദർശന വസ്തുവായി ഇന്ന് കാണിക്കുവാൻ നമ്മൾ വെമ്പൽ കൊള്ളുന്നത്. ഇതൊരു രോഗമാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ. ഇത് പാപം ബാധിച്ച ഒരു രോഗമാണ്. വചനം കൃത്യമായിട്ട് പറയുന്നുണ്ട്. 1 തിമോത്തിയോസ് അതിൻ്റെ 2:8-9 വചനത്തിലും 1 കൊറിന്തോസ് 11 അധ്യായത്തിലും എല്ലാം വചനം കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയായിരിക്കണം നമ്മൾ നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കേണ്ടതെന്ന്. വിശുദ്ധ സ്ഥലത്തേക്ക് വരുമ്പോൾ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞു വരണമെന്നും സങ്കീർത്തനം 94 പറയുന്നുണ്ട്. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞാണോ നമ്മൾ ആരാധനയ്ക്ക് വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വരുന്നത് ഇന്ന്? അതെയോ? ഈ ഒരു ചെറിയ സമൂഹത്തോട് ഞാൻ ചോദിക്കുകയാണ്. നമ്മളെല്ലാം വളരെ മാന്യമായിട്ട് തന്നെയാണ്. പക്ഷേ നമ്മുടെ കൺമുൻപിലൂടെ പോകുന്ന പല കാഴ്ചകളും ഇതാണോ ഇന്ന് കാണുന്നത്? അതെയോ? 60 വയസ്സുള്ള അപ്പാപ്പന് വിടും ഒരു കുട്ടി നിക്കറ ഇട്ട പള്ളി വരുന്നത് ഞാൻ പലപ്പോഴും കാണാറുണ്ട്. പല സ്ത്രീകളും വിശുദ്ധിക്ക് ചേരാത്ത വസ്ത്രങ്ങളിട്ടാണ് വരുന്നത്. മറയ്ക്കേണ്ടത് മറയ്ക്കാതെ തുറന്നു കാണിക്കുന്ന ഒരവസ്ഥയിലാണ് കടന്നു വരുന്നത്. ആണേതാ പെണ്ണേതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ പുരുഷൻ അവൻ്റെ മുടി നീട്ടരുതെന്ന് വചനത്തിൽ കൃത്യമായിട്ട് 1 കൊറിന്തോസ് 11 അധ്യായത്തിൽ പറഞ്ഞു വയ്ക്കുമ്പോൾ ഇന്ന് ആൺകൊച്ചേതാ പെൺകൊച്ചേതാ എന്ന് അറിയണമെങ്കിൽ മുൻപിൽ ചെന്ന് നോക്കണം. രണ്ടിൻ്റെയും തലയിലുണ്ട് കുടുമി പോലെ. രണ്ടുപേരും ഇടും. ഇന്ന് ജീൻസും ഇടും, ടീഷർട്ടും ഇടും. തങ്ങളുടെ അവകാശമാണെന്ന് പറഞ്ഞ് വിശുദ്ധമായി ശരീരത്തെ അവഹേളിക്കുകയാണ്. വേറെ ആരെയുമല്ല അവഹേളിക്കുന്നത്, ദൈവത്തെ തന്നെയാണ്. വേറെ ആരെയല്ല അവഹേളിക്കുന്നത്. കൃത്യമായിട്ട് വചനം പറയുന്നുണ്ട് 1 കൊറിന്തോസ് 11 അധ്യായത്തിൽ ശിരസ് മൂടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതൊരു സ്ത്രീയും തന്റെ ശിരസിനെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. സ്ത്രീയുടെ ശിരസ് പുരുഷനും, പുരുഷന്റെ ശിരസ് ക്രിസ്തുവും, ക്രിസ്തുവിന്റെ ശിരസ് ദൈവവുമാ. എങ്കിൽ ആരെയാ അവഹേളിക്കുന്നത്? ദൈവത്തെയാ. എവിടെ? ശിരസ് മൂടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതൊരു സ്ത്രീയും. എത്ര കൃത്യമായിട്ടാണ് വചനം പറയുന്നത്? വിശുദ്ധിയോടെ നിങ്ങളുടെ ശരീരങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കണമെന്ന്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12 അധ്യായം 1 വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും സജീവവുമായ ബലിയായി അർപ്പിക്കുവിൻ, അതാണ് ആരാധന. അല്ലാതെ ഏത് ആരാധനയ്ക്ക് പോയാലും അവിടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല. പ്രിയപ്പെട്ട മക്കളെ,
ഫാഷൻ പരേഡിനാണ് നീ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല. വളരെ വേദനയോടെ ഞാനിത് പറയുന്നത്. കൺമുൻപിലൂടെ കടന്നു പോകുന്ന തമ്പുരാനെ അവഹേളിക്കുന്ന ഈ സാഹചര്യം കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. 30 വയസ്സുള്ള പെൺകുട്ടികൾ ഇടുന്നത് 15 വയസ്സ് പ്രായത്തിൽ മേടിച്ച ജീൻസാണ്. നന്നായിരിക്കുമല്ലോ. അതിൻ്റെ പോരായ്മ പറയേണ്ട കാര്യമില്ലല്ലോ. തങ്ങളുടെ ശരീരങ്ങളെ പരിശുദ്ധവും സജീവവുമായ ബലിയായി അർപ്പിക്കുന്നതാണ് ആരാധന. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞാണ് ദേവാലയത്തിലേക്ക് വരേണ്ടതെന്ന് സങ്കീർത്തകൻ പറയുമ്പോൾ നമ്മുടെ ശരീരങ്ങൾ ദൈവം വസിക്കുന്ന ആലയമാ. ആ ആത്മാവിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന നമ്മുടെ ശരീരം അതെത്ര പരിശുദ്ധമായിട്ടാണ് കാത്തു സൂക്ഷിക്കേണ്ടത്. നമുക്കറിയാം സിസ്റ്റേഴ്സിനെ, അവർ ശിരസ്സു മൂടി ശിരോവസ്ത്രം ധരിച്ച് ശരീരങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കുകയാണ്. ആ സമർപ്പിത സമൂഹങ്ങൾ തുടക്കമിട്ടവർക്കറിയായിരുന്നു ഈ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലുള്ള വില. നമ്മുടെ കുട്ടികളിൽ നിന്ന് അറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുൻപിലൂടെ കടന്നു പോകുന്ന നഗ്നമായ കാഴ്ചകളായത്. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ടോ? ഈ അവസ്ഥയിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ടോ? നമ്മൾ എത്ര തീയിറങ്ങണമെന്ന് ആഗ്രഹിച്ച് തീയിറങ്ങട്ടെ എന്ന് പറഞ്ഞാലും അവിടെ തീയിറങ്ങുമോ? ഞാൻ നിങ്ങളെ അറിയില്ല. ഇതായിരിക്കും കേൾക്കാൻ പോകുന്ന ശബ്ദം. നമ്മൾ വിശുദ്ധമായിട്ട് ജീവിച്ചാൽ നമ്മുടെ ഇടകളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും. അതല്ലെങ്കിൽ എത്ര പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല. ഈ ഒരു ബന്ധം നഷ്ടപ്പെടുമ്പോൾ ബന്ധനങ്ങളുടെ പുറകെയാ പിന്നെ ഓട്ടം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടിട്ട് ധ്യാനകേന്ദ്രങ്ങൾ മുഴുവൻ കയറി ഇറങ്ങുകയാണ്. എവിടെ ദൈവിക സാന്നിധ്യം നഷ്ടപ്പെടുമ്പോഴാണ്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് തകർച്ചകളും ബന്ധനങ്ങളും ഒരു കൂരിരുട്ട് പോലെ, ഒരു ഇടുത്തി പോലെ വന്നു വീഴുന്നത്. പ്രിയപ്പെട്ട മക്കളെ, നമ്മളിവിടെ വിശുദ്ധി പാലിച്ച് നോക്കിക്കേ. നമ്മുടെ ജീവിതങ്ങളിൽ അനുഗ്രഹങ്ങൾ സ്വർഗം തുറന്ന് ദൈവം വർഷിക്കും നമുക്ക് കാണാൻ പറ്റും. ഇതിലേക്ക് പോകണമെങ്കിൽ, ഈ അവസ്ഥയിലേക്ക് നമ്മൾ പോകണമെങ്കിൽ, പാപത്തിൻ്റെ വഴിയിലേക്ക് പോകണമെങ്കിൽ ഒന്നാമത് നമ്മളിൽ തളം കെട്ടി നിൽക്കുന്നത് നമ്മുടെ അഹങ്കാരത്തിൻ്റെ മേഖലയാണ്. അഹങ്കാരമുള്ളയിടത്ത് പരിശുദ്ധാത്മാവിന് നിലനിൽക്കാൻ പറ്റത്തില്ല. കാരണം അവൻ ശാന്തതയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആത്മാവാ. അവൻ ഐക്യത്തിൻ്റെ ആത്മാവാ. എവിടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമില്ലയോ അവിടെ കോലാഹലങ്ങളാണ്, അവിടെ ഭാഷകൾ ഭിന്നിക്കപ്പെടുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ദാഹത്തോടെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. കാരണം നമുക്കറിയാം ദൈവത്തിൻ്റെ ആലയമാണ് നമ്മൾ ഓരോരുത്തരും. ആ ദൈവത്തിൻ്റെ നിശ്വാസമാണ് നമ്മുടെ നാസ്വാരങ്ങളിലൂടെ ഓടുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം 7-ാം വചനത്തിൽ പറയുന്നു, ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവൻ്റെ നാസ്വാരങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളതായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ ആരാധന. കണ്ടോ, ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മളിലേക്ക് പകരപ്പെട്ടാണ് നമുക്ക് ജീവൻ തന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 6:63 പറയുന്നത്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഹല്ലേലൂയ. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ഈ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റു പറയാം. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ, ഈ ആത്മാവിനെ എന്നിലേക്ക് അയക്കണമേ. ആത്മാവിൻ്റെ ശക്തിയെ എന്നിലേക്ക് ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവേ, ഇനിയുള്ള മണിക്കൂറുകളിൽ എന്നൊരു പുതു സൃഷ്ടിയാക്കി മാറ്റണമേ. എന്നിലെ പിഴുതെറിയേണ്ടതെല്ലാം പിഴുതെറിയുവാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞ് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആത്മശക്തിയെ എന്നിലേക്ക് ഇറങ്ങി വരണമേ. നമുക്കൊരു നിമിഷം കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ. റൂഹായേ 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 എന്നിൽ നിറയണമേ. റൂഹായേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ.
പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, റൂഹായ എൻ്റെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരണമേ എന്ന് ദാഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, എൻ്റെ ജീവിതങ്ങളിലേക്ക് നിറയണമേ. വചനം പറയുന്നു, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ആ ആത്മാവിൻ്റെ വചനം, ആത്മാവിൻ്റെ ജീവൻ എന്നിലേക്ക് നിറയുവാൻ വേണ്ടിയിട്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി ആ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിലെ മടുപ്പ്, അലസത എല്ലാം ഈ നിമിഷം വിട്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വരമുയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. മടുപ്പം വന്നത്, അലസത എല്ലാം കർത്താവേ ഈ സമൂഹത്തിൽ നിന്ന് വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ നിന്റെ നിറവ് ഓരോ മക്കളിലേക്ക് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ ഒരു അഭിഷേകമായി ഞങ്ങൾ ഓരോരുത്തരിലേക്കും ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ ഞങ്ങളൊരു പുതിയ വെളിച്ചം നൽകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളൊരു പുതു സൃഷ്ടിയാക്കി മാറ്റണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കുറവുകളെല്ലാം പരിശുദ്ധാത്മാവേ നീ ഒരു നിറവുകളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ജീവിതങ്ങളിൽ വന്നിരിക്കുന്ന എല്ലാ കുറവുകളെയും പരിശുദ്ധാത്മാവേ നീ എടുത്തു മാറ്റണമേ. ഇനിയും എന്തെങ്കിലുമൊക്കെ കുറവുകൾ കർത്താവേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ വെളിപ്പെടാനുണ്ടെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിനോട് ദാഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ അതെല്ലാം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഒരു നല്ല കുമ്പസാരത്തിലൂടെ ഈ പന്തക്കുസ്ത ഒരു നവ്യമായ അനുഭവമാക്കി മാറ്റിയുള്ള കൃപ നൽകണമേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പരിശുദ്ധാത്മാവിനെ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ദാഹിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ അടിച്ച് ഇരുവശങ്ങളിലേക്ക് മാറി മാറി കരങ്ങൾ അടിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ തീ എന്നിലേക്ക് ഇറങ്ങണമേ, പരിശുദ്ധാത്മാവിന്റെ തീ എന്നിലേക്ക് ഇറങ്ങണമേ. ദാഹിച്ച് പ്രാർത്ഥിക്കാം. എന്നിലെ മടുപ്പ്, അലസത, വചനത്തോടുള്ള ആ വിഘടിക്കുന്ന മനോഭാവം ഇതെല്ലാം എന്നിൽ നിന്ന് മാറുവാൻ വേണ്ടി നമുക്ക് ദാഹിച്ച് പാടി പ്രാർത്ഥിക്കാം. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീ മഴ പെയ്തതോ, ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീ മഴ പെയ്തതോ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ഹല്ലേലൂയ, 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 വാഗ്ദാനമായ ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. നമ്മൾ കണ്ടു യോഹന്നാന്റെ സുവിശേഷം 6:63 വചനം പറയുന്നുണ്ട്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഏതാണ് ഈ വാക്ക്? എങ്കിൽ ഏതാണ് ഈ വാക്ക്? വാക്ക് വചനമാണ്. ഈ വചനത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മളിൽ ആത്മീയ ജീവൻ ഉണ്ടാകുന്നത്. ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നത് ഈ വചനത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈ വചനം നമ്മുടെ ഇടയിൽ മാംസമായി വസിച്ചവനാണ്. യോഹന്നാൻ 1:14 പറയുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഹല്ലേലൂയ. ആരാണ് ഈ വചനത്തെ ഈ ഭൂമിയിലേക്ക് ഉരുവാക്കപ്പെട്ടത്? ആരിലൂടെയാണ്? പരിശുദ്ധ അമ്മയിലൂടെയാണ്.
പരിശുദ്ധ അമ്മയിലൂടെയാണ് ഈ വചനത്തെ ഈ ഭൂമിയിലേക്ക് പിതാവായ ദൈവം അയച്ചത്. എങ്കിൽ ഈ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഈ പന്തക്കുസ്ത അനുഭവം നമ്മിൽ പൂർണ്ണമാകുന്നത്. ഈ അമ്മയോട് ചേർന്ന് യാത്ര ചെയ്യുമ്പോഴാണ് ഈ പന്തക്കുസ്ത അനുഭവം നമ്മളിൽ പൂർണ്ണമാകുന്നത്. കാരണം നമ്മൾ കാണുന്നുണ്ട്, ഈ അമ്മയോട് ചേർന്ന് നിൽക്കുന്നവരിലേക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പകരപ്പെട്ടത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വചനത്തിൽ ഇങ്ങനെ പ്രകാരം പറയുന്നുണ്ട്, 20-ാം അധ്യായത്തിൽ യഹൂദരെ ഭയന്ന് കതകടച്ചിരുന്ന അവരുടെ ഇടയിലേക്ക് ഈശോ കടന്നു ചെന്നിട്ട് ഒറ്റ കാര്യമാണ് പറഞ്ഞത്. എന്താണ്? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. നമ്മൾ ആദ്യം കണ്ടു, വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ ഒരു പ്രാർത്ഥനയാണ് പ്രധാനമായിട്ടും എന്താണ്? പരിശുദ്ധാത്മാവേ എന്നിൽ വസിക്കണമേ എന്നാ പ്രാർത്ഥിച്ചിരുന്നു. ഇവിടെ ഈശോ പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കണം. ആരോടാ പറഞ്ഞത്? 3 വർഷം കൂടെ നടന്ന ആ ശിഷ്യന്മാർ. ഈശോയുടെ മരണശേഷം ഈശോ കാണുന്നത് അവർ കതകടച്ച് ഒരു മുറിക്കകത്ത് കയറിയിരിക്കുക. ഭയമെന്ന ആ വലിയ സത്വം അവരെ അവരോട് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം, എങ്കിൽ നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോയി എനിക്ക് സാക്ഷികളാകും. പിന്നീട് നമ്മൾ കാണുന്നത് ഇവരെ എങ്ങോട്ടാണ് പറഞ്ഞു വിടുന്നത്? ഈശോയുടെ മരണശേഷവും ആ സഹിയോൻ മാളികയിൽ പ്രാർത്ഥനാ നിർഭരയായിരുന്ന പരിശുദ്ധ അമ്മയുടെ അടുത്തേക്കാണ്. ചിതറിക്കപ്പെട്ട ശിഷ്യ സമൂഹം പിന്നീട് കടന്നു ചെല്ലുന്നത് സഹിയോൻ മാളികയിൽ തൻ്റെ പ്രിയ മകൻ്റെ അരുമ ശിഷ്യന്മാർ കടന്നു വരുന്നത് പ്രതീക്ഷിച്ച് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന പരിശുദ്ധ അമ്മയുടെ അടുത്തേക്കാണ്. അവർ ഈ അമ്മയെ തേടി വരികയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പകരപ്പെടുന്ന അഭിഷേകമാണ്. ആ പകർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ വന്നത്. മത്തായിയുടെ സുവിശേഷം 1:26 കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭിണിയായി. പരിശുദ്ധാത്മാവിനാലാണ് അവൾ ഗർഭവതിയായത്. ആദ്യം പരിശുദ്ധാത്മാവ് നിറയുന്നത് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നത് ഈ പരിശുദ്ധ അമ്മയിലാണ്. ഈ പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ആ പരിശുദ്ധാത്മാവാണ് പിന്നീട് പകരപ്പെട്ടതായിട്ട് നമ്മൾ കാണപ്പെടുന്നത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 14-ാം വചനത്തിൽ കാണുന്നുണ്ട്, ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഹല്ലേലൂയ. ഇവിടെ ഒരു വാക്ക് നമ്മൾ കാണുന്നുണ്ട്, അവർ ഏക മനസ്സോടെയായിരുന്നത്. അവിടെ 2 മനസ്സില്ല. ഉണ്ടോ? ഇല്ല. ആ 120 പേർക്ക് ഒരേ മനസ്സായിരുന്നു. അവരായിരുന്നത് പരിശുദ്ധ അമ്മയോട് ചേർന്ന്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആ 120 പേര് ഒരേ മനസ്സോടെ അവരിടിരുന്നു. ഈ ഏക മനസ്സുണ്ടെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളെ, ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവിടെ ഇറങ്ങുകയുള്ളൂ. അവിടെ വിഘടിക്കപ്പെട്ട മനസ്സുകളായിരുന്നെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവരിലേക്ക് ഇറങ്ങില്ല. ചരിത്രത്തിൽ പറയുന്നത്, അപ്പുറത്ത് ജെറുസലേമിൽ ദേവാലയത്തിൽ അന്നൊരു തിരുനാൾ ആഘോഷം നടന്നുകൊണ്ടിരിക്കുക. 10 ലക്ഷത്തോളം ആൾക്കാർ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എങ്കിൽ പരിശുദ്ധാത്മാവിന് അവിടെ ഇറങ്ങിയാൽ പോരായിരുന്നു? അവിടെ ഇറങ്ങിയോ? ഇല്ല. ഈ ഒരു ചെറിയ സമൂഹത്തിലേക്ക് ഇറങ്ങിയത്. ആ 120 പേര് മാത്രമുള്ള അവരുടെ ഒരു പ്രത്യേകത വചനം പറയുന്നത്, അവർക്ക് ഏക മനസ്സായിരുന്നു. അവർക്ക് പല മനസ്സില്ലായിരുന്നു, പല ഭാഷകളില്ലായിരുന്നു, പല പ്രാർത്ഥനകളില്ലായിരുന്നു. അവർക്കൊരേ മനസ്സേ ഉള്ളൂ. അവരെ ആ ഒരു മാലയിൽ ചേർത്ത് വെച്ചത് ഈ പരിശുദ്ധ അമ്മയായിരുന്നു അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. നമ്മൾ ഈ പന്തക്കുസ്ത അനുഭവത്തിലേക്ക്, പന്തക്കുസ്തയുടെ ആ മണിക്കൂറുകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്കും വേണ്ടിയത് ഈ പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള യാത്രയാണ്. കാരണം പുത്രൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ ചേർത്ത് വയ്ക്കുന്നത് ഈ പരിശുദ്ധ അമ്മയാണ്. അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവാണ് ആ ശിഷ്യ സമൂഹത്തിലേക്ക് പകരപ്പെട്ടത്. ഈ ഒരു ഐക്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടിയത്. ഇന്ന് നമ്മുടെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടതും ഈ ഏക മനസ്സില്ലാത്ത അവസ്ഥയാണ്. ഇന്ന് മനസ്സുകളും ഭാഷകളും വിഘടിച്ചു പോയി. ഭാഷകൾ വിഘടിക്കുമ്പോൾ
മനസ്സുകൾ വിഘടിക്കുമ്പോൾ, ഏക മനസ്സ് നഷ്ടപ്പെടുമ്പോൾ അവിടെ അശുദ്ധിയുടെ കിരണങ്ങളാണ് വന്ന് കൂടുന്നത്. അവിടെ സാത്താൻ്റെ ആ വലിയ ഉദ്യമം ജയിക്കുകയാണ്. ജീവിത പങ്കാളി പറയുന്ന, ഭാര്യ പറയുന്നത് ഭർത്താവിന് മനസ്സിലാകുന്നില്ല, ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് മനസ്സിലാകുന്നില്ല, മക്കൾ പറയുന്ന അപ്പനും അപ്പൻ പറയുന്ന മക്കൾക്ക് മനസ്സിലാകുന്നില്ല, അധികാരികൾ പറയുന്നത് താഴെത്തട്ടിലുള്ളവർക്ക് മനസ്സിലാകുന്നില്ല. മനസ്സുകൾ വിഘടിച്ചുപോയി. പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല. എത്ര പ്രാർത്ഥിച്ചാലും ഒരു ഉത്തരമില്ലാത്ത യാത്രയാണ്. എവിടെ ഏക മനസ്സുണ്ടോ, എവിടെ ഐക്യമുണ്ടോ, അവിടെ മാത്രമേ പരിശുദ്ധാത്മാവിന് ഇറങ്ങി വരാൻ പറ്റുകയുള്ളൂ. അവിടെ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ളൂ. നമ്മൾ വെറുപ്പോടും വിദ്വേഷത്തോടും ഇരുന്ന് പ്രാർത്ഥിച്ചാൽ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളെ, ഞാൻ പറയുകയാണ്, നമ്മുടെ പ്രാർത്ഥനകൾ വെറും അധരവ്യായാമങ്ങൾ മാത്രമായി പോവുകയാണ്. നാവിന് നല്ല വഴക്കം കിട്ടും, നല്ല വഴക്കം കിട്ടും നാവിന്, പക്ഷേ തീയിറങ്ങത്തില്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല. അതല്ല, മക്കളും മാതാപിതാക്കളും സമൂഹവും ഒരുമിച്ച് ചേർന്ന് കരങ്ങൾ കോർത്ത് വെച്ച് പ്രാർത്ഥിച്ചേ, നിങ്ങളുടെ ഒരു നന്മ നിറഞ്ഞ മറിയത്തിന് അവിടെ ഉത്തരമുണ്ട്. വിശുദ്ധ ക്ലാവൂസ് എന്ന് പറയുന്ന വിശുദ്ധന് 72 കിലോമീറ്റർ അപ്പുറമുള്ള കറുത്ത മാതാവിൻ്റെ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഈ വിശുദ്ധൻ ചൊല്ലിത്തീർത്തത് 100 നന്മ നിറഞ്ഞ മറിയോ 100 സ്വർഗസ്ഥനായ പിതാവേ അല്ല, ഒറ്റ സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലിത്തീർത്തില്ല, ആഴത്തിലായിരുന്നു. നമ്മൾ കുടുംബത്തിൽ മക്കളും മാതാപിതാക്കളും പരസ്പരം കരം കോർത്ത് പ്രാർത്ഥിച്ചേ, സമൂഹത്തിൽ പ്രാർത്ഥിച്ചേ, അവിടെ പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങും. നിങ്ങളുടെ ജീവിതങ്ങളെ നിങ്ങൾ പടുത്തുയർത്തും. എൻ്റെ സ്വന്തം ജീവിതത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണിത്. വലിയൊരു കടഭാരത്തിലൂടെ ഞാൻ നടന്നൊരു കാലമുണ്ട്. ഒരു ബിസിനസ്സൊക്കെ ആയിരുന്നു, അത് ഉപേക്ഷിച്ചു, ശുശ്രൂഷയ്ക്ക് ഇറങ്ങി. അതിനുശേഷം വലിയൊരു തകർച്ച എൻ്റെ ജീവിതത്തിലുണ്ടാകുന്നു. ഒന്നുമല്ല, ഒരു 10-50 ലക്ഷം രൂപയ്ക്ക് മേളൽ കടവാണ് എൻ്റെ ജീവിതത്തിൽ വന്ന് കയറിയത്. ഒരു ബിസിനസ്സിൽ ഒരു പരാജയപ്പെട്ടതാണ്. അതിനുശേഷം ഒരു റിയൽ എസ്റ്റേറ്റിൽ 50 ലക്ഷം രൂപ കടവാണ്. എത്ര ശ്രമിച്ചിട്ടും ഇതെനിക്ക് വീട്ടാൻ പറ്റുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും 3-3.5 വർഷക്കാലം ഞാനിങ്ങനെ ഇത് തുഴയുക. ഒരു വർഷം എനിക്ക് അടയ്ക്കേണ്ട പലിശ തന്നെ 5 ലക്ഷത്തിന് മേളിലാണ്. എങ്ങനെ അടയ്ക്കും? പക്ഷേ ഒറ്റ കാര്യം, പലപ്പോഴും ശുശ്രൂഷാ ജീവിതത്തിൽ നിൽക്കുന്ന ഞാൻ പലപ്പോഴും തളർന്നു വീഴാറുണ്ട്. വചനം പങ്കുവയ്ക്കാൻ പറ്റാതെ പോകുന്നുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ നിൽക്കുന്ന ഈ ആദ്യ എങ്ങനെ അടയ്ക്കും? പക്ഷെ അന്നും എൻ്റെ ഭാര്യ എന്നോട് പറയും, ചേട്ടായി പേടിക്കണ്ട, കർത്താവുണ്ടല്ലോ. ഇത്രയും ആൾക്കാരോട് വചനം പങ്കുവയ്ക്കുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ ഒരു നിറവ് നമ്മളിൽ കാണണ്ടേ? പലപ്പോഴും എനിക്കൊരു കൈത്താങ്ങായി അവൾ മാറുകയാണ്. ഞങ്ങൾ 4 പേര്, എനിക്ക് 2 മക്കളാണ് ഉള്ളത്. ഞങ്ങൾ 4 പേരും ഒരുമിച്ച് ചേർന്ന് ജപമാല ചൊല്ലി ഇന്നും പ്രാർത്ഥിക്കും. കർത്താവേ, ഈ കടഭാരത്തിൻ്റെ മേൽ നീ ഇറങ്ങണം, അത് മാറ്റിത്തരണം. അങ്ങനെ നീണ്ട പ്രാർത്ഥന, അനുദിന വിശുദ്ധ ബലി ഞങ്ങളുടെ ജീവിതത്തിൽ മുടക്കത്തില്ല. രാവിലെ 5:30 സമയമുണ്ടെങ്കിൽ എല്ലാ ദിവസവും വിശുദ്ധ അൽഫോൻസാമ്മയുടെ കബറിടത്തെങ്കിൽ ബലി അർപ്പിക്കാൻ പോകും 5:30. എനിക്ക് നിർബന്ധമാണ്, വില കൊടുത്തു വേണം ബലി അർപ്പിക്കാൻ. എല്ലാ ഉറക്കവും കഴിഞ്ഞ് മക്കളെ വിശുദ്ധ ബലിക്ക് പോകണമെന്ന് പറഞ്ഞ് ഞാൻ പറയും, വേണ്ട, പോകണ്ട, നിങ്ങൾ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കുക, നല്ലത്. കാരണം ദാവീദ് പറയുന്നുണ്ട്, എനിക്ക് വില കൊടുക്കാത്ത ബലിക്കളം എനിക്ക് വേണ്ടെന്ന് പറയുന്നുണ്ട്. കർത്താവ് ബലി അർപ്പിച്ചത് വില കൊടുത്താണ്. ആ വില നമ്മുടെ ബലിക്ക് കൊടുക്കണം. ഇന്ന് എനിക്ക് 1 രൂപ കടവില്ല. എൻ്റെ കർത്താവ് എനിക്ക് അത് വീട്ടിൽ തന്നു. ആ സ്ഥലത്തിന് ബ്രോക്കർമാരായി നിന്ന് എല്ലാവരും പറഞ്ഞു, ജിൻസെ, ഇനി എന്നെ ഞങ്ങളെ വിളിക്കണ്ട, ഇത് നടക്കത്തില്ല, ഇത് കച്ചവടം നടക്കത്തില്ല. പക്ഷേ ഞാൻ കമന്ന് കിടന്ന് കണ്ണീരോടെ എൻ്റെ ഈശോയോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ ഇതിന് ഉത്തരം നൽകണം. അതിന് ഉത്തരം കൃത്യമായിട്ട് കർത്താവ് എനിക്ക് തന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ എൻ്റെ എല്ലാ കടങ്ങളും കർത്താവ് എനിക്ക് വീട്ടിൽ തന്നു. എല്ലാവരും വിധി എഴുതിയതാണ് ആ പ്രോപ്പർട്ടി വിറ്റ് പോകത്തില്ല എന്ന്. ഇതൊരു ഭൗതിക അനുഗ്രഹം, ഇത് പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചതുമല്ല. പക്ഷെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരു സമ്പൂർണ്ണ ജപമാല ചെല്ലാത്ത ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിലില്ല. ഈ ജപമാലയോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇന്ന് ഞാൻ ഈ അൾത്താരയിൽ ഇവിടെ നിങ്ങളുടെ മുൻപിൽ ഇവിടെ നിൽക്കുന്നത്. പരിശുദ്ധ അമ്മയാണ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത്. എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ അത്രമാത്രം പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നയാളാണ്. എൻ്റെ ജപമാലയാണ് ഇന്ന് കർത്താവ് എന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ എത്തിച്ചത് എൻ്റെ ഒരു കഴിവുമല്ല. ഞാൻ 10 പേരോട്
മുന്നിൽ നിന്ന് സംസാരിക്കത്തില്ല. ഞാൻ അങ്ങ് വിശർക്കും, നന്നായിട്ട് വേർക്കും, വാക്കുകൾ വരത്തില്ല. പക്ഷേ ഈ ജപമാല പ്രാർത്ഥനയാണ് എന്നെ ഉയർത്തിയത്. നമ്മൾ കാണുന്നുണ്ട് ആ ശിഷ്യന്മാരെ ആ തീ പിടിപ്പിച്ചത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് സെഹിയോൻ മാളികയിൽ അവരിരുന്ന് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയാണ് അവരെ ലോകത്തിൻ്റെ അതിർത്തികളോളം എത്തിച്ചത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2 വചനം പറയുന്നുണ്ട്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുത്തുവിൻ. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഒരു രൂപാന്തരീകരണം ആവശ്യമാണ്. ഒരു പുതു സൃഷ്ടിയായി മാറുകയാണ് ഈ പെന്തക്കോസ്തായിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത്. ദൈവത്തിൻ്റെ സ്വരം കേട്ട് ആ പരിശുദ്ധ അമ്മയോട് ചേർന്ന് യാത്ര ചെയ്യുകയാണ് നമ്മൾ ഇനിയുള്ള ആ മണിക്കൂറുകളിൽ ചെയ്യേണ്ടത്. ഈ ജപമാല എപ്പോഴൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ അപ്പോഴൊന്നും നമ്മളെ ദുഷ്ടന് തട്ടിയെടുക്കാൻ പറ്റത്തില്ല. ഈ ജപമാല എവിടെ താഴെ പോയിട്ടുണ്ടോ അന്നെല്ലാം നമ്മൾ പാപത്തിൻ്റെ ചെളുക്കുഴിയിലേക്കും ദൈവ സാന്നിധ്യം വിട്ട് നമ്മൾ പോയിട്ടുണ്ട്. ഈ അമ്മയോട് ചേർന്ന് നടന്നാൽ, ഈ ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ നോ പറഞ്ഞാൽ, പരിശുദ്ധ അമ്മ നമ്മൾ ഈ അഭിഷേകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് പരിശുദ്ധ അമ്മ നമ്മളെ നടന്നടുപ്പിക്കും. നമ്മളീ ഈ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചെങ്കിൽ, ആഴത്തിൽ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമുക്കവിടെ ഒരേ മനസ്സ് കിട്ടുകയുള്ളൂ, ഒരേ കാഴ്ചപ്പാട് കിട്ടുകയുള്ളൂ, ഒരേ ബോധ്യങ്ങളിലൂടെ നമുക്ക് നടന്നു പോകാൻ പറ്റുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മുടെ കാലുകൾ ഇടറും. അമ്മയില്ലാത്ത ഒരു കുടുംബം അതിൻ്റേതായ പോരായ്മകളില്ലേ? ഇല്ലേ? ഉണ്ടല്ലോ. ആ മക്കളിലും ഉണ്ട് അല്ലേ? അവർ വഷളത്തരമായിരിക്കും, എനിക്കറിയാം, കണ്ടിട്ടുണ്ട് ഒരുപാട്. കാരണം അമ്മയുടെ സ്നേഹം അതാ. അമ്മ ഒരു കുടുംബത്തിൻ്റെ വിളക്കാണ്. അമ്മ എത്രമാത്രം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ അത്രമാത്രം ആ കുടുംബം വെളിച്ചത്തിലേക്ക് വരികയാണ്. അമ്മ എത്രമാത്രം പരിശുദ്ധ അമ്മയിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ, ജപമാലയിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ, അതിനനുസരിച്ച് ആ കുടുംബത്തിലേക്ക് ഇരുള് കയറി വരികയാണ്. അമ്മയൊരു പാപത്തിലൂടെയാണ് പോകുന്നെങ്കിൽ ഈ പാപത്തിൻ്റെ അവസ്ഥയും ഈ കുടുംബത്തിലേക്ക് കയറി വരും. അമ്മ എത്രമാത്രം വിശുദ്ധിയിലാണോ അത്രമാത്രം വിശുദ്ധി ഈ കുടുംബത്തിൽ പ്രകാശിക്കുകയാണ്. അമ്മയിൽ ഈ പ്രകാശമാണ്, പരിശുദ്ധ അമ്മയിൽ ഈ പ്രകാശമാണ് ആ ശിഷ്യ സമൂഹത്തിലേക്ക് പകരപ്പെട്ടത്. അത് നമുക്ക് ഓരോരുത്തർക്കും ഈ പരിശുദ്ധ അമ്മയുടെ മാതൃക നമുക്ക് പിന്തുടരേണ്ടതുണ്ട്. നമുക്ക് ഏക മനസ്സ് എവിടെ നഷ്ടപ്പെടുന്നോ അവിടെ ഭാഷകൾ ഭിന്നിക്കപ്പെടുകയാണ്, പറയുന്നത് പരസ്പരം മനസ്സിലാകാതെ പോവുകയാണ്. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ തീനാളങ്ങൾ ഇറങ്ങത്തില്ല. ഇന്ന് കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ ഇത് അകന്നു പോയിരിക്കുക ഈ വലിയ സാന്നിധ്യം. കാരണം അഹങ്കാരം എന്ന ആ വലിയ തിന്മ കയറി കുടികൊള്ളുകയാണ്. അവിടെ പരിശുദ്ധാത്മാവിന് നിൽക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഈ ഒരു പെന്തക്കോസ്തായിൽ നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ എൻ്റെ കുറവുകളിലേക്ക് നീ ഇറങ്ങി വരണം, പരിശുദ്ധാത്മാവേ എൻ്റെ പോരായ്മകളെല്ലാം വെളിപ്പെടുത്തണം. അതിന് നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള യാത്രയാണ്, ജപമാലയോട് ചേർന്നുള്ള യാത്രയാണ്, വിശുദ്ധ കുർബാനയോട് ചേർന്നുള്ള യാത്രയാണ്, ആ പരിശുദ്ധ ബലിയോട് ചേർന്നുള്ള യാത്രയാണ്. ഈ അമ്മയോട് ചേർന്ന് ആ ശിഷ്യ സമൂഹം യാത്ര ചെയ്തപ്പോഴാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ കാണുന്നുണ്ട്. പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ളൊരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. എവിടെയാണ്? പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ്, ആ സെഹിയോൻ മാളികയിലാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റടിച്ചത്. ആ സെഹിയോൻ മാളികയിലാണ് തീനാവുകളായി
തീനാവുകളായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. നമുക്കും ആഗ്രഹിച്ചു പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ ഇന്നെൻ്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരണം, തീനാവുകളായി എൻ്റെ മക്കളിലേക്ക് ഇറങ്ങി വരണം, എൻ്റെ സഭയിലേക്ക്, എൻ്റെ സമൂഹത്തിലേക്ക്, എൻ്റെ മാതാപിതാക്കളിലേക്ക് നീ ഇറങ്ങി വരണം. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോഴാണ്, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാലാണ് നമ്മളിലെ മാലിന്യങ്ങളെല്ലാം കത്തിച്ചു കളയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം നമ്മളിൽ നിറയുമ്പോഴാണ് തിന്മയിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 24-ാം അധ്യായം 31-ാം വചനത്തിൽ പറയുന്നുണ്ട്, ഇതാ എൻ്റെ തോട് നദിയായി, എൻ്റെ നദി സമുദ്രമായി മാറി. ഹല്ലേലൂയ. എൻ്റെ തോട് നദിയായി, നദി സമുദ്രമായി മാറി. ഈ ഒരു അഭിഷേകത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മുട്ടോളുമല്ല അരയോളുമല്ല നീന്തി തുടിക്കുന്ന അഭിഷേകം. ഈ അഭിഷേകത്തിലേക്കാണ് ഈ പന്തക്കുസ്തായുടെ മണിക്കൂറുകളിൽ നമ്മൾ കടക്കേണ്ടത്. കാരണം പ്രവാചകൻ ഇവിടെ കാണുന്നത് ജെറുസലേം ദേവാലയത്തിൻ്റെ ആ ഭൂമുഖത്തുനിന്ന് ഒഴുകുന്ന ആ അരുവി, അതിലേക്ക് ഇറങ്ങുമ്പോൾ മുട്ടോളം അരയോളം, പിന്നെ കാണുന്നത് നീന്തി തുടിക്കുന്ന വെള്ളത്തെയാണ്. നമുക്കറിയാം, നമ്മൾ ഒരു ജലാശയത്തിൽ നിൽക്കുമ്പോൾ മുട്ടോളം വെള്ളമുണ്ടെങ്കിൽ ഒരു പ്രതിസന്ധികൾ നമ്മുടെ നേരെ ഒരു ഏറ് വരികയാണെങ്കിൽ ഈ ഏറ് നമുക്കിട്ട് കൊള്ളും, അല്ലേ? അരയോളം ഉണ്ടെങ്കിലും കൊള്ളും. പക്ഷേ നീന്തി തുടിക്കുന്ന അഭിഷേകമാണെങ്കിൽ നമുക്കതിലേക്ക് ഊളിയിട്ട് ഇറങ്ങിപ്പോകാം. ഒരു പ്രതിസന്ധികൾ നമുക്ക് പിന്നെ പ്രതിസന്ധികളല്ല. അതുകൊണ്ടാണ് സ്തെഫാനോസ് തനിക്കെതിരെ കല്ലുകൾ എറിഞ്ഞപ്പോൾ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കുന്നുണ്ട്. പുത്രൻ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നത് അവൻ നിറകണ്ണുകളോടെ കാണുന്നുണ്ട്. കാരണം ഈ ഒരു അഭിഷേകത്തിൻ്റെ സമുദ്രത്തിലായിരുന്നു സ്തെഫാനോസ്. അപ്പസ്തോലന്മാർ സഹനത്തിൻ്റെ വഴിയിലൂടെ കടന്ന് പിന്നീട് പോകുമ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു അഭിഷേകത്തിൻ്റെ വഴിയിലൂടെയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ യഹൂദരെ പേടിച്ച് കഥകടച്ചിരുന്ന ആ ശിഷ്യ സമൂഹം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 2:1, 2, 3, 4 ആ കൊടുങ്കാറ്റിടിച്ചപ്പോൾ ആ തീനാവുകൾ അവരുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വന്നപ്പോൾ പിന്നെ നമ്മൾ കാണുന്നുണ്ട് പത്രോസിൻ്റെ പ്രസംഗം ഒരു തീനാവായി മാറുകയാണ്. പത്രോസിൻ്റെ പ്രസംഗം കേട്ട് ചോദിച്ചു, ആ ജനം ചോദിച്ചു, സമൂഹം ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറയുന്നുണ്ട്, നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ ഉപേക്ഷിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ. പൗലോസ്ലീഹ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവനായിട്ട് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. യോഹന്നാൻ നമ്മൾ കാണുന്നുണ്ട് സഹനങ്ങൾ വരുമ്പോഴും തിളച്ച എണ്ണയിലിടുമ്പോഴും അവിടെ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഉയർത്തിപ്പിടിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. പത്രോസിനെ കുരിശിൽ തറയ്ക്കുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, തല കീഴായി എന്നെ തറയ്ക്കണം. കാരണം അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി മാറി. അതുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കണം, സ്ലീഹന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അപ്പസ്തോലന്മാർ ആരാധിച്ച പരിശുദ്ധാത്മാവേ ഞങ്ങൾ അവിടുത്തെ ആരാധിക്കുന്നു. അപ്പസ്തോലന്മാർ ആരാധിച്ച പരിശുദ്ധാത്മാവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അപ്പസ്തോലന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. അപ്പസ്തോലന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയണമേ. അപ്പസ്തോലന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ എൻ്റെ കുറവുകളിലേക്കും എൻ്റെ ബലഹീനതകളിലേക്കും ഇറങ്ങി വരണമേ. എൻ്റെ രോഗങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. എൻ്റെ തകർച്ചകളിലേക്ക് ഇറങ്ങി വരണമേ. എൻ്റെ കണ്ണീരിലേക്ക് ഇറങ്ങി വരണമേ. എൻ്റെ കടബാധ്യതകളിലേക്ക് ഇറങ്ങി വരണമേ. എൻ്റെ നൈരാശ്യങ്ങളിലേക്ക്, ഉത്തരമില്ലാത്ത ഒരു പിടി ചോദ്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ നീ ഇറങ്ങി വരണമേ. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, നമുക്ക് കരങ്ങൾ അടിച്ചു പാടി പ്രാർത്ഥിക്കാം.